നമ്മളിവിടെ പറയാൻ പോണ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാൽ ഓരോ നക്ഷത്രത്തിനും ഉള്ള പൊതു സ്വഭാവങ്ങളും മറ്റ് വിശേഷങ്ങളുമാണ് നക്ഷത്രങ്ങളുടെ. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ അയാൾക്ക് എന്തൊക്കെ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ളതാണ് എല്ലാ നക്ഷത്രത്തിലും. ഇപ്പോൾ ആദ്യം അശ്വതി എത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാമല്ലോ, 27 നക്ഷത്രമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അശ്വതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പല വിഷയങ്ങളെ കുറിച്ചും സാമാന്യ ബോധം, അതുപോലെ സാമാന്യ ജ്ഞാനം ഉണ്ടായിരിക്കും. അതുപോലെ ബുദ്ധിപൂർവ്വം ഉത്സാഹത്തോടും കൂടി പ്രവർത്തിക്കും. ഇവർ എന്ത് പ്രവർത്തികളും ഉത്സാഹപൂർവ്വം തന്നെ അവർ പ്രവർത്തിക്കും. പിന്നെ വിശേഷ ശക്തി, പ്രസരിപ്പ്, ശാന്തത, ഗാംഭീര്യം എന്നീ ഗുണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് നടപ്പാവണ വരെ അതിനു വേണ്ടി അവർ ശ്രമിച്ച് അത് പരമാവധി അവരത് നടപ്പാക്കും. അതാണ് അവരുടെ ഒരു സ്വഭാവ ഗുണം. പിന്നെ ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും, പുറകോട്ട് പോണ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഭരണാധികാരികൾ, കമ്പനി മാനേജർമാർ, സൈന്യാധിപന്മാർ തുടങ്ങിയ ചുമതലപ്പെട്ട ജോലികൾ വഹിക്കണ ഒട്ടുമിക്കവാറും ആൾക്കാരുടെ നക്ഷത്രം അശ്വതി ആയിരിക്കും. അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. പിന്നെ ജാതകത്തിൽ വ്യാഴത്തിന് നല്ല ബലമുണ്ടെങ്കിൽ, നല്ല ബലമുണ്ട്, നല്ല സ്ഥാനത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഇവർക്ക് അനുഭവത്തിൽ ഇതൊക്കെ വരും. അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് പെരുമാറുന്നതായിരിക്കും. അവരെ അത് പിന്തിരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ആ അഭിപ്രായം അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കണമെന്ന് നടപ്പാക്കണമെന്ന് ഉള്ള ചിന്ത ഉള്ള ആൾക്കാരായിരിക്കും. എതിരെ അഭിപ്രായം അവർ പറഞ്ഞതിന് എതിര് പറഞ്ഞത് അവർക്ക് ഇഷ്ടമാവുകയില്ല. അത് ആര് തന്നെ പറഞ്ഞാലും. അതുപോലെ തന്നെ ശനി ജാതകത്തിൽ ബലമില്ലാണ്ടാണ് ഇവർക്ക് നിൽക്കണമെങ്കിൽ, അതായത് 6-12 അങ്ങനെയൊക്കെയാണ് നിൽക്കണമെന്നുണ്ട്, ഇഷ്ടസ്ഥാനത്ത് അല്ല നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവര്, അതായത് വായിന്ന് പറഞ്ഞ എന്താണെന്ന് പറയാൻ പറ്റില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർ പറയണത്, നമ്മൾ പറയും വികട സരസ്വതി എന്നൊക്കെ, എന്ന പോലെ ആയിരിക്കും ഇവരുടെ സംസാരം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിന് എതിര് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് അവർ. പിന്നെ സ്വന്തം കഴിവുകളെ പറ്റി നല്ല മതിപ്പായിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കഴിവുകളുണ്ട് എന്ന് സ്വയം ഒന്ന് അവർക്ക് ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സഹായം തേടി ചെല്ലുന്നവർക്ക് അവർ കൈ അയച്ച് സഹായം ചെയ്യും. പ്രതീക്ഷിക്കണേ കൂടുതൽ സഹായം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അത് കൊടുക്കാൻ നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ വലിയ അഭിമാനികളായിരിക്കും. അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലും അവർ ഇടപെടുകയില്ല. പിന്നെ ഇവർക്ക് വിരോധം ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ മരണം വരെ ആ വിരോധമായിരിക്കും. അത് ഒരു പിണക്കമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മരണം വരെ അത് തന്നെയായിരിക്കും. അല്ലാണ്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും, പുറകോട്ട് വലിക്കാം. പിന്നെ ഇവർക്ക് ശത്രുത തോന്നുന്ന ആൾക്കാർ അവര് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ആ ശത്രുവിക്ക് കുറച്ച് മാറ്റം വരും. അവരെ ഇഷ്ടപ്പെടാനും എഴുന്നേൽക്കും അവർ തുടങ്ങും. ഈ അവരായിട്ട് പോവില്ല. അതാണ് അവരുടെ വേറെ വിശേഷത. പിന്നെ വേറെ ഈ ഇവരുടെ മനോവിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആളോട് പറയാൻ ഇവർക്ക് മടിയായിരിക്കും. ആരോടും പറയില്ല. മാത്രമല്ല അവരെ അഭിമാനം അതിന് സമ്മതിക്കില്ല. അവരുടെ വിഷമങ്ങൾ വേറെ ആളോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് അത് സങ്കല്പിക്കാൻ വരെ പറ്റില്ല. അതാണ് അവരുടേത്. പിന്നെ കുടുംബത്തോടും മക്കളോടും അവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു മനോഭാവം. ജീവിതത്തിൽ ഭയങ്കര അടുക്കും ചിട്ടയുണ്ടായിരിക്കും. ഇപ്പം അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് നിർബന്ധമാണ്. ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, ഉപകരണങ്ങൾ, ഡ്രസ്സ്, മുറി, അവരുടെ മറ്റുള്ള സാധനങ്ങൾ, കിടക്ക, മറ്റു വസ്തുക്കൾ അടുക്കും ചിട്ടോടും കൂടി ഭംഗിയായിട്ട് കണക്കുകൾ വരെ സൂക്ഷിക്കണവരായിരിക്കും. എന്തെങ്കിലും ചെലവ് ചെയ്ത് അതിൻ്റെ കണക്കൊക്കെ സൂക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സമ്പൂർണമായി ആനന്ദകരമായിരിക്കില്ല, അതിനിടയില്ല. അതുപോലെ തന്നെ പ്രണയത്തിൽ ഇവരെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രണയം അത് സഫലീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകൾ സ്വാഭാവികമായി ഇവരോട് ആകൃഷ്ടരാകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവർക്ക് വിശപ്പും ദാഹവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരുമിച്ച് കൂടുതൽ കഴിക്കണമെങ്കിൽ പോലും പല സമയത്ത് കുറേശ്ശെ കഴിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം.
പിന്നെ ജാതകത്തിൽ ചൊവ്വ, രാഹു, കേതു, രവി ഇവര് ദുസ്ഥാനത്ത് ആരോഗ്യത്തിന് ഹാനികരമാവുന്ന വിധത്തിലാണ് നിൽക്കണമെങ്കിൽ ഇവർക്ക് രക്തസമ്മർദ്ദം, അതുപോലെ ഷുഗർ, ബ്ലഡ് ക്യാൻസർ, അൾസർ, പിന്നെ ഉദര രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ, വയറുവേദന, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുക. അതുപോലെ ത്വക്ക് രോഗം, ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ തലയുറ്റല്, അതിയായ വിശപ്പ്, ഇങ്ങനെയുള്ള ഭയങ്കര വിളർച്ച എന്നീ രോഗങ്ങൾക്കും സാധ്യത ഉണ്ടാവും. ഇതാണ് അശ്വതി നക്ഷത്രക്കാർ സാധാരണഗതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് സാധാരണ ഉള്ള ഒരു കാര്യങ്ങളിൽ ഇവിടെ പെടുത്തുക. അടുത്ത പ്രാവശ്യം അടുത്ത നക്ഷത്രം, അങ്ങനെ ഓരോ ഇത്. അപ്പൊ ഞങ്ങളുടെ ഈ ചാനല് ഇതുവരെ കണ്ടില്ലെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.